ഈശോയിലേറെ സ്നേഹമുള്ളവരെ, റിഡംതോറിസ്റ്റ് സഭയുടെ സ്ഥാപക പിതാവായ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ഓർമ്മദിനമാണിന്ന്. ഈ പുണ്യവാന്റെ ജീവിത കർമ്മങ്ങളും ത്യാഗമനോഭാവവും തീഷ്ണതയുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് സുറിയാനി സഭയിൽ 15 നോമ്പിൻ്റെ ആരംഭം കൂടിയാണ്. അമ്മ മാതാവിനോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇപ്രകാരമാണ് പറയുക: പഴം വേണ്ടവർ വൃക്ഷത്തിനടുത്തേക്ക് പോകുന്നു, ദൈവത്തെ വേണ്ടവർ അമ്മ മാതാവിൻ്റെ അടുത്തേക്കും. നമുക്ക് അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഈ ലോകത്തിൻ്റെ മായയിലൊന്നും വീണു പോവാതെ ദൈവത്തിനു വേണ്ടി തന്നെ സമർപ്പിക്കുവാൻ മനസ്സ് കാണിച്ച ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ കൃപാവരം നമുക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മെത്രാനും വേദപാരംഗതനുമായിരുന്ന വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ഓർമ്മ തിരുനാൾ. റിഡംതോറിസ്റ്റ് സഭയുടെ സ്ഥാപകനായ അൽഫോൻസ് ലിഗോരി 1696 സെപ്റ്റംബർ 1 ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള മരിയാനച്ചയിൽ ജനിച്ചു. ഒരു നേവൽ ഓഫീസറായിരുന്ന പിതാവിൻ്റെയും ഭക്തയായ മാതാവിൻ്റെയും ഉത്തമ ശിക്ഷണത്തിൽ വളർന്നു. നേപ്പിൾസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ച അൽഫോൻസ് തന്റെ 16-ാമത്തെ വയസ്സിൽ നിയമത്തിൽ ബിരുദമെടുത്തു. തുടർന്ന് 10 കൊല്ലം അൽഫോൻസ് കോടതിയിൽ പല കേസുകളും വാദിച്ചു. ഒരു കേസും തോറ്റില്ല. അങ്ങനെയിരിക്കെ ഒരു വലിയ സംഖ്യയുടെ കൈമാറ്റത്തെ പറ്റിയുള്ള കേസിൽ പ്രധാനമായ ഒരു രേഖ കാണാതെ അൽഫോൻസ് കേസ് വാദിക്കുവാനിടയായി. എതിർഭാഗം ആ രേഖ കാണിച്ച് കേസ് വാദിച്ച് ജയിച്ചു. അൽഫോൻസ് ഗദ്ഗതത്തോടെ പറഞ്ഞു: ലോകത്തിന്റെ മായ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഞാൻ കോടതിയിലേക്കില്ല. അങ്ങനെ സ്വഭവനത്തിൽ അൽഫോൻസ് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകം അതിൻ്റെതായ സന്തോഷം അദ്ദേഹത്തിന് നേർക്ക് വെച്ച് നീട്ടിയെങ്കിലും ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് തരിക എന്ന ആന്തരിക സ്വരത്തെ ശ്രവിച്ച് പിതാവിന്റെ ഇംഗിതത്തിനെതിരായി 30-ാമത്തെ വയസ്സിൽ വൈദികനായി. മകന്റെ ആധ്യാത്മികത അങ്ങേയറ്റം വെറുത്തിരുന്ന പിതാവ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ശ്രവിക്കുവാനിടയായി. പ്രസംഗത്തിന് ശേഷം മകനെ തെരഞ്ഞുപിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു: മകനെ, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ദൈവത്തെ അറിയുവാൻ നിന്റെ പ്രസംഗം എന്നെ സഹായിച്ചു. ഇത്ര പരിശുദ്ധവും ദൈവത്തിന് സംപ്രീതവുമായ ഒരു അന്തസ്സ് നീ സ്വീകരിച്ചതിൽ ഞാൻ അനുഗ്രഹീതനും നിന്നോട് കൃതജ്ഞനുമാണ്. 1731 അൽഫോൻസ് രക്ഷകന്റെ സഭ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ കർക്കശമായ ജീവിത രീതിയെ വെറുത്ത് സഭാ അംഗങ്ങൾ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി. എങ്കിലും 1762 അദ്ദേഹം സന്ത അഗാത്ത് ദൽഗോത്തിയിലെ മെത്രാനായി 13 കൊല്ലം തീഷ്ണതയോടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചു. പരഹൃദയജ്ഞാനമുണ്ടായിരുന്ന ഈ മെത്രാൻ ദുർമാർഗികളെ മുറയ്ക്ക് ശാസിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു. ഭാരിച്ച ജോലികളുടെ ഇടയ്ക്ക് വലുതും ചെറുതുമായ 111 പുസ്തകങ്ങൾ എഴുതി സഭയെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ സന്മാർഗശാസ്ത്രം പ്രസിദ്ധമായൊരു കൃതിയാണ്. മരിയൻ മഹത്വങ്ങൾ എന്ന ഗ്രന്ഥം പോലെ വേറൊരു ഗ്രന്ഥം ദൈവമാതാവിനെ പറ്റി ആരും എഴുതിയിട്ടില്ല. വിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ എന്ന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ 41 പതിപ്പുകളുണ്ടായി. ഒരു നിമിഷം പോലും വൃഥാ ചെലവഴിക്കുകയില്ലെന്ന് അദ്ദേഹം ഒരു വ്രതമെടുത്തിരുന്നു. തലവേദനയുള്ളപ്പോൾ തണുത്ത ഒരു മാർബിൾ കഷണം നെറ്റിയിൽ താങ്ങിപ്പിടിച്ച് വായനയും എഴുത്തും തുടർന്നിരുന്നു. പ്രശസ്തിയോടൊപ്പം വളരെയേറെ കഷ്ടപ്പാടുകളും അനുഭവിച്ച് 91-ാമത്തെ വയസ്സിൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരി നിര്യാതനായി. 1816 സെപ്റ്റംബർ 15 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. 1871 മാർച്ച് 23 വേദപാരംഗതനായും പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധ അൽഫോൻസിന്റെ പ്രസംഗം ശ്രവിച്ച ഒരാൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി: അങ്ങയുടെ പ്രസംഗങ്ങൾ ശ്രവിക്കുക ഇമ്പമാണ്. അങ്ങയെ തന്നെ വിസ്മരിച്ച് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അൽഫോൻസ് തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പഴം വേണ്ടവർ വൃക്ഷത്തിന്റെ അടുക്കൽ പോകുന്നു, ഈശോയെ വേണ്ടവർ മറിയത്തിന്റെ അടുക്കൽ പോകുന്നു, മറിയത്തെ കണ്ടെത്തുന്നവർ ഈശോയെ കാണും. നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പരിശ്രമിക്കാം.
ഒപ്പം നാം ഓരോരുത്തരും ദൈവത്വങ്കിലേക്കുള്ള ചൂണ്ടുപലകകളായി മാറുവാനായിട്ട്, മറ്റുള്ളവരെ ദൈവത്വങ്കിലേക്ക് ആകർഷിക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ഓർമ്മദിനത്തിൻ്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്കേവർക്കും നേരുന്നു. നമുക്ക് അമ്മയോടൊപ്പമാവാം. ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും തീർത്ഥാടനത്തിന് അമ്മ മാതാവിൻ്റെ കരുതലും കാവലും ഉണ്ടാവട്ടെ. വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.